ഭാവനാപൂർണമായ പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു അത്യാഹിതം ഉണ്ടായി. ഒരു വാഹനം മറിഞ്ഞ് 5 പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ അയലാണ്. കൊല്ലം പട്ടണത്തിന്റെ 30% പ്രദേശങ്ങളിൽ അഷ്ടമുടിയാണുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാണ് അഷ്ടമുടി ടൂറിസം സർക്യൂട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പ്രദേശ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമായി ഗേറ്റ്വേ 1 കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ എം എ ദേവി, സംസ്ഥാന വിനോദ സുബ്രഹ്മണ്യം, ശ്രീ റസൂൽ പൂക്കുട്ടി, ബഹുമാന്യനായ MPC കൊടിക്കുന്നിൽ സുരേഷിന്റെ സാന്നിധ്യത്തിൽ നിർവഹിക്കുകയാണ്. നമ്മുടെ അഷ്ടമുടിക്കായലും അതുപോലെ മൺട്രോത്തുരുത്തും ടൂറിസം രംഗത്ത് ഇനിയും വളരേണ്ടതായിരിക്കുന്നു. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒത്തിരി കാര്യം ചെയ്യും. ഈ കല്ലട ജലോത്സവം യഥാർത്ഥത്തിൽ അദ്ദേഹം MLA ആയി മന്ത്രിയായി നേരത്തെ ചെറിയ തോതിൽ ജലോത്സവം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ശ്രദ്ധേയമായ ഒരു ജലോത്സവം. ഒരുപക്ഷെ നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയിൽ നടക്കുന്ന പുന്നമടക്കായിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ വള്ളംകളിയായി ഈ കല്ലട ജലോത്സവത്തെ മാറ്റുവാൻ തീർച്ചയായും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MA ബേബിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം ഈ ഒരു പൗലിയന്, കാരണം എല്ലായിടത്തും പൗലിയനുണ്ട്, നമുക്കൊരു പൗലിയൻ ആവശ്യമാണ്. ആ പൗലിയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രഹ്മാനന്ദൻ അവർ അദ്ദേഹം ഇതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും മുൻകൈ എടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പൗലിയൻ വരാൻ പോവുകയാണ്. ഈ പൗലിയൻ വേണമെങ്കിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപയെങ്കിലും മിനിമം വേണം എന്നുള്ളതാണ്. ഇതിന് പൈസ എവിടെ നിന്നുണ്ടാവും? പഞ്ചായത്തിന്റെ പൈസ ഇല്ല. മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് അതിന്റെ ഫണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പൗലിയൻ പണിയാണെങ്കിൽ അദ്ദേഹം കണ്ടു, ശരി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ധനികരായ 2 പേർ, വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പണം മുടക്കി ബിസിനസ് നടത്തുന്ന 2 ധനികരായ 2 ആളുകൾ അദ്ദേഹം സമീപിച്ചിട്ട് പറഞ്ഞു, എന്റെ മണ്ഡലമായ മൺട്രോത്തുരുത്തിൽ ഇങ്ങനെ കല്ലട ജലോത്സവം നടക്കുന്നു, ഈ ജലോത്സവം നടത്താൻ ആവശ്യമായ സൗകര്യമില്ല, ഒരു പൗലിയൻ പണിയണം, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തരണമെന്ന് പറഞ്ഞു.